നമുക്ക് കോഴിക്കോട് പോവാം, ലിറ്ററേച്ചർ ഫെസ്റ്റ് കാണാൻ. ഹേ യൂട്യൂബ്, സോ ഇന്ന് നമ്മൾ കോഴിക്കോട് പോവുകയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റ് കാണാൻ. സോ നമ്മൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു. ആൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ഫെസ്റ്റും കാണണം, അതേപോലെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നമുക്കിന്ന് പോകേണ്ടതാണ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ആൻഡ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ കാഞ്ഞങ്ങാടാണ് പോകുന്നത്, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ട്രെയിനിൻ്റെ ടൈമായി, അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ നടന്ന് ഭാഗ്യത്തിന് ബസ്സും കറക്റ്റ് ടൈമിൽ കിട്ടി. ബസ് കറക്റ്റ് കിട്ടിയെങ്കിലും ഇന്ന് പതിവില്ലാതെ ഒരു ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ടൈമിലാണ് നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയത്. ഒരു ടൈമായി പോയി. സോ നമുക്ക് ഇനി ഓടേണ്ടി വരും ട്രെയിനിന് വേണ്ടി. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് എത്തി. ആദ്യം തന്നെ വിശക്കുന്നു, നല്ല വിശപ്പായിരുന്നു. സോ ഫുഡ് കഴിക്കാനായിരുന്നു ആദ്യം നമ്മൾ SM സ്ട്രീറ്റിലകത്ത് ഏതെങ്കിലും നല്ല ഹോട്ടൽസ് ഉണ്ടോ നോക്കിക്കൊണ്ട് നടന്നു. കാരണം നമ്മൾ ട്രെയിൻ കയറിയത് 7 മണിക്കാണ്, മോർണിംഗ് 7 മണി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഞാൻ വന്നത്. സോ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി നമ്മളിന്ന് ഒരുമിച്ച് ഇവിടെ കോഴിക്കോടൻ ബിരിയാണിയിൽ തീർത്തു. പിന്നെ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ SM സ്ട്രീറ്റ് അല്ലെങ്കിൽ മിഠായി തെരുവിൽ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു ഉച്ച 12 മണി ആ ടൈം ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു, നല്ല സുഖമായിരുന്നു. എല്ലാ ഷോപ്പിലും നല്ല ഷോപ്പിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ടൈമായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ കാണിക്കുന്നെങ്കിലും ഞാനിതൊന്നും വാങ്ങിയിട്ടില്ല. ഓരോ കടയിൽ ഒരുപാട് സെലക്ഷൻ ഉണ്ട്, അപ്പോൾ അടുത്ത കടയിലും ഇതിനെക്കാട്ടി കൂടുതൽ കാണും എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യും. ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു, നല്ല അസാധ്യ വെയിൽ. അതുകൊണ്ട് നമ്മൾ അവസാനം നടന്ന് ഇരിപ്പായി. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ബീച്ചിൽ പോകണം, കാരണം KLF അവിടെയാണ്. പിന്നെ ബീച്ച് എത്തിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യമാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത പപ്പായ, ക്യാരറ്റ് ഇതൊക്കെ ഉപ്പിലിട്ടതുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് കാണുന്നത് പോലും. പിന്നെ മറ്റേ കല്ലുമ്മേക്കായ അതൊന്നും നമ്മുടെ അവിടെ ഇല്ലായിരുന്നു. ആൻഡ് ബീച്ചിലെത്തിയിട്ട് പിന്നെ വളരെ ചൂടായിരുന്നു, എന്തെങ്കിലും കുടിക്കാൻ തോന്നി, അത്രയ്ക്ക് ചൂടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാട്ടർ മെലൻ്റെ ഒരു സംഭവം ഓർഡർ ചെയ്തു. എന്തായാലും ഐ ആം നോട്ട് എ ഫാൻ ഓഫ് തണ്ണിമത്തൻ, അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത് ഓക്കെ ആണെന്ന് തോന്നി. ഞാൻ വാങ്ങിച്ചത് ഓറഞ്ച് സർബത്തായിരുന്നു. ഇത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഫുൾ അതിൻ്റെ ആയിരുന്നു. ബട്ട് ഈ കാലാവസ്ഥയിൽ ഇത് കുടിച്ചിട്ട് നന്നായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഈ ഫുൾ ഓഫ് ഈഗിൾസ്, 3 ഈഗിൾസ്. ഞാൻ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഈഗിൾസിനെ ഫീഡ് ചെയ്യുന്ന ഒരു അങ്കിളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് ചെന്നപ്പോൾ പിന്നെ ഓരോ സ്റ്റേജിലും ഓരോ പ്രോഗ്രാംസ് നടക്കുകയായിരുന്നു, ബുക്ക് റിവ്യൂസ് ഒക്കെ നടക്കുകയായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ചു നേരം കേട്ടിരുന്നിട്ട് നമ്മൾ ബുക്സിൻ്റെ അകത്തോട്ട് ബുക്സ് വാങ്ങാൻ വേണ്ടി ബുക്ക് സ്റ്റാളിൽ കയറി. എല്ലാ ബുക്സിൻ്റെയും ഒറിജിനൽ കോപ്പീസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതേപോലെ ഓതേഴ്സിൻ്റെ സിഗ്നേച്ചറുള്ള അവരുടെ ബുക്സും ഉണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ വായിച്ചിട്ടില്ലാത്ത ഒരുപാട് ബുക്സ് കണ്ടു, അതിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പുറത്ത് നല്ല ചൂടായിരുന്നു, ആൻഡ് ബീച്ച് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ജാപ്പനീസ് ഓതേഴ്സൊക്കെ വന്നു, അവരുടെ ഫാൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ ബുക്ക് സൈൻ ചെയ്തു എല്ലാവർക്കും.
അങ്ങനെ പെട്ടെന്ന് ഈവനിങ് ആയി. ടൈം പോകുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഈവനിങ് ഇവിടെ ഒരു ലേൺ ജർമ്മൻ എന്ന് പറഞ്ഞ എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജർമ്മൻ കുക്കീസ് ഒക്കെ നമുക്ക് കിട്ടി കഴിക്കാൻ. വളരെ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. വളരെ ഒരു ജിഞ്ചറി ടേസ്റ്റ് ആയിരുന്നു. അതൊരു സ്പൈസസ് ഇട്ട ഒരു കുക്കീസ് ആയിരുന്നു. ഈ ഒരു ടൈമിൽ, ഈ ഒരു ഈവനിങ് ടൈം ബീച്ചിൽ ഒരു അടിപൊളി ഗോൾഡൻ അവറാണ്. ആ ഒരു സമയം അടിപൊളിയായിരിക്കും. ആൻഡ് ഇപ്പോഴും അതേപോലെയാണ്, അടിപൊളിയാണ്. ക്യാമൽസ് ഉണ്ടായിരുന്നു, അവിടെ ക്യാമൽ റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ആനിമൽസിനെ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഫുൾ ടൈം ബീച്ചിലാണ് സ്പെൻഡ് ചെയ്തത്. ഇവിടെ കോഴിക്കോട് ബീച്ചിൽ നിന്നപ്പോൾ ഇവിടെ നമുക്ക് ഷാർക്കിനെ കണ്ടു. അങ്ങറ്റം നമ്മളിപ്പോൾ എവിടെയാണ്? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അവളിപ്പം ഇന്ന് കോഴിക്കോട് പോകും. ഇല്ല, പക്ഷേ എവിടെ പോകും? ആലപ്പുഴ പോകും. എന്തിനായിരുന്നു? അവളുടെ ഒരു ഡാൻസ് പ്രാക്ടീസ്. അതുകൊണ്ട് അവൾ പോകുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. നമ്മളുടെ ട്രെയിൻ നാളെ രാവിലെ 3 മണിക്കാണ്. അതുവരെ നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ അല്ലേ? KLF ഇവിടെ നടക്കുന്നതുകൊണ്ട് ഒരു ട്രെയിനിലും 1 ഇഞ്ച് സ്ഥലമില്ലായിരുന്നു. അങ്ങനെ 3 മണിക്കാണ് നമ്മൾ ട്രെയിൻ കയറിയത്. സോ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. സമയം ഇപ്പോൾ 6 മണി. യൂണിവേഴ്സിറ്റിയിലെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇതേപോലെ ട്രെയിൻ കിട്ടാതെ പുലർച്ചെ 3 മണിക്ക് നമ്മൾ ഇവിടെ എല്ലാവരും കൂടെ എത്തി. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇതൊരു അഡ്വഞ്ചർ, അടിപൊളി ട്രിപ്പായിരുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.